സാധാരണക്കാരെ പോലീസ് സ്റ്റേഷനുകളിൽ തല്ലിച്ചതയ്ക്കുന്നതും കള്ളക്കേസിൽ കുടുക്കുന്നതും ഒറ്റപ്പെട്ട സംഭവമാക്കുന്ന പതിവിൽ നിന്ന് മുഖ്യമന്ത്രി മാറിയിട്ടില്ല. വാദിയെ പ്രതിയാക്കുന്ന ശൈലിയിലൂടെ കസ്റ്റഡി മർദ്ദനങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി മൗനം വെടിഞ്ഞപ്പോൾ പ്രതീക്ഷയ്ക്കുമപ്പുറം ഒന്നും സംഭവിച്ചില്ല. തല്ല് കൊണ്ടവർക്ക് രണ്ട് കൊള്ളേണ്ടതായിരുന്നു എന്ന മട്ടിലുള്ള മറുപടി. മർദ്ദനങ്ങൾ നടന്നത് 2-3 കൊല്ലങ്ങൾക്ക് മുൻപായതിനാൽ ഇപ്പോൾ പ്രസക്തിയില്ലെന്നുമുള്ള മുഖ്യമന്ത്രിയുടെ മറുപടി ഞെട്ടിക്കുന്നതായിരുന്നില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഞാൻ അങ്ങയോട് പറയുന്നു, അങ്ങ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഒഴിഞ്ഞു പോകണം. ഇത് സ്റ്റാലിന്റെ രക്ഷയല്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഇത് ജനാധിപത്യ കേരളമാണ്. നിങ്ങൾ സ്റ്റാലിൻ ചമയാൻ ശ്രമിച്ചാൽ ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. നിങ്ങൾ മുഖ്യമന്ത്രിയല്ലേ? നിങ്ങൾ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ആളല്ലേ? നിങ്ങൾ ഇതുവരെ ഒരു മറുപടി പറഞ്ഞോ? കേരളത്തിലെ പൊതുസമൂഹത്തോട്, മാധ്യമങ്ങളോട് നിങ്ങൾ പറയണ്ടേ? നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ്. തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ്. നിങ്ങളുടെ കീഴിലുള്ള പോലീസ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ക്രൂരമായ വൃത്തികേടുകൾ ചെയ്യുമ്പോൾ നിങ്ങൾ എന്റെ മൗനം പാലിച്ചു? നിങ്ങൾ എന്തേ മിണ്ടിയില്ല? നിങ്ങൾ എന്തുകൊണ്ട് പറയാൻ നിങ്ങൾക്ക് ഡിഫൻസ് ഉണ്ടായിരുന്നില്ല? നിങ്ങൾ പറഞ്ഞില്ല. നിങ്ങൾ ഒരക്ഷരം ഇതുവരെ പറഞ്ഞില്ല. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസുകാർ കൂട്ടം കൂടി തല്ലിച്ചതയ്ക്കുന്ന CCTV ദൃശ്യങ്ങൾ വന്നതിനു ശേഷം സമാനമായ നിരവധി പരാതികൾ ഉയർന്നിട്ടും മുഖ്യമന്ത്രി ഒരക്ഷരം മിണ്ടിയിരുന്നില്ല. കുന്നംകുളം, പീച്ചി, തൊടുപുഴ, പത്തനംതിട്ട അങ്ങനെ നിരവധിയിടങ്ങളിലെ പോലീസ് മർദ്ദനങ്ങളും തിരുവനന്തപുരം പേരൂർക്കടയിലെ വീട്ടുജോലിക്കാരിയെ കള്ളിയാക്കിയതുപോലുള്ള കള്ളക്കേസുകളെക്കുറിച്ചും പരാതികളുടെ പ്രളയമായിരുന്നു. ഇതെല്ലാം ഒന്നിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചതോടെ മുഖ്യമന്ത്രി മറുപടിക്ക് തയ്യാറായി. പ്രതീക്ഷിച്ച മറുപടി. രാജ്യം റിപ്പബ്ലിക് ആയതു മുതൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് നേരെയുണ്ടായ പോലീസ് തേർവാഴ്ച, തന്നോടുൾപ്പെടെ അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് നടത്തിയ കൊടിയ മർദ്ദനം, ഭരണകൂട ഭീകരതയെയും ലോക്കപ്പ് മർദ്ദനങ്ങളെയും എതിർത്ത് തോൽപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നടത്തിയ സമര പോരാട്ടങ്ങൾ മുഖ്യമന്ത്രി കത്തിക്കയറി. കടക്കൽ, കല്ലറ, വാങ്ങോട് സമരങ്ങളിൽ ജനങ്ങൾക്ക് നേരെ നടന്ന ആക്രമണങ്ങൾ, ഇതെല്ലാം നേരത്തെ നടന്നതായിരുന്നുവെങ്കിൽ 1947 ശേഷം ഏറ്റവും കൂടുതൽ മർദ്ദനത്തിന് ഇരയാകേണ്ടി വന്നത് ഞങ്ങളുടെ സഖാക്കളായിരുന്നു, കമ്മ്യൂണിസ്റ്റുകാരെ. അത് സ്റ്റാലിനെ അനുകരിച്ചതുകൊണ്ടാണോ എന്നറിയില്ല. കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് കാര്യങ്ങൾ രാജ്യത്ത് നടന്നിരുന്നത്. അന്നിവിടെ ഏതെല്ലാം തരത്തിലുള്ള ക്രൂരതകളാണ് അരങ്ങേറിയത് എന്നത് എല്ലാവർക്കും അറിയാം. കമ്മ്യൂണിസ്റ്റുകാരെ എത്ര ക്രൂരമായാണ് വേട്ടയാടിയിരുന്നത് എന്നത് ചരിത്ര വസ്തുതകളല്ലേ. അതൊക്കെ ചെയ്യാനുള്ള കരുത്ത് എങ്ങനെയാണ് കിട്ടിയത്? ചെയ്യുന്നവർക്ക് എല്ലാ സംരക്ഷണവും. 2016 മുതൽ പക്ഷേ എല്ലാം ഗംഭീരം. ഉയർന്നു വരുന്ന പരാതികൾ ഒറ്റപ്പെട്ടത്. തല്ല് കൊണ്ടവർക്കെതിരെ പരാതികളുണ്ട്. കുന്നംകുളത്തെ സുജിത്ത് 11 കേസുകളിലെ പ്രതി. കേസുകൾ കോവിഡ് കാലത്തെ പ്രകടനം, AC മൊയ്തീനെതിരെ ജാഥ നടത്തിയത്, അങ്ങനെ. എന്നിട്ടും പോലീസുകാർക്കെതിരെ പരാതി വന്നപ്പോൾ നടപടിയെടുത്തു. പീച്ചിയിലെ CAയുടെ തല്ലിനും ന്യായീകരണം. ചുരുക്കി പറഞ്ഞാൽ പോലീസിന്റെ മനോവീര്യം കെടുത്താൻ മുഖ്യമന്ത്രിക്കാവില്ല. തെറ്റ് ചെയ്തെന്ന് ബോധ്യം വന്ന 144 പോലീസുകാരെ പിരിച്ചുവിട്ടെന്ന അവകാശവാദവും. ഇപ്പോൾ കണക്കുകൾ നോക്കാം. 2016 മെയ് മുതൽ 2024 ജൂൺ വരെ 108 പോലീസുകാരെയാണ് പിരിച്ചുവിട്ടത്. എത്ര? 108. സർ നോക്കണം. ഞാൻ 1956 മുതൽ എന്നല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് 2016 മുതൽ 2024 വരെ എന്നാണ്. അപ്പോൾ 2024 ജൂൺ വരെ 108 പോലീസുകാരെ സർവീസിൽ നിന്ന്
പിരിച്ചുവിടുന്ന നടപടി ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. സർ, അങ്ങനെ ഏതെങ്കിലും ഒരു നടപടി ഇവിടെ ഇപ്പോഴും ദീർഘകാലം കോൺഗ്രസ് ഭരണത്തിലുണ്ടായ അവസ്ഥ തന്നെയാണല്ലോ കേരളത്തിൽ കാണാൻ പറ്റുക. കേരളത്തിൽ ആകെ അവസ്ഥയെടുത്താൽ ദീർഘകാലം കോൺഗ്രസ് തന്നെയല്ലേ അധികാരത്തിലുണ്ടായിട്ടുണ്ടാകും. അപ്പോൾ ഏതെങ്കിലും ഒരാളെ പിരിച്ചുവിട്ടു എന്ന് പറയാൻ സാധിക്കുമോ? എന്നാൽ 2024 ഒക്ടോബർ വരെയാണ് ഞാൻ പറഞ്ഞത്, അവിടെ തീർന്നില്ല. 2024 ഒക്ടോബർ മുതൽ 2025 സെപ്റ്റംബർ വരെ 36 പോലീസുകാരെ പിരിച്ചുവിട്ടു. അപ്പോൾ കഴിഞ്ഞ ബഹുമാനപ്പെട്ട പഴയ ആഭ്യന്തരമന്ത്രിയോട് ചോദിക്കുന്നുണ്ട്, ശരിയാണോ? കഴിഞ്ഞ 9 വർഷമായി ആകെ 144 പോലീസുകാരെയാണ് വിവിധ നടപടികളുടെ ഭാഗമായി സേനയിൽ നിന്ന് പിരിച്ചുവിട്ടു. അതിൽ പിരിച്ചുവിടലടക്കമുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് കുറ്റത്തിൻ്റെ കാഠിന്യമനുസരിച്ച് ഇനിയും അതേ സമീപനം തന്നെ തുറന്നു പോവുകയാണ് ചെയ്യുക. പൊതുവെ അതിന് സ്വീകാര്യത ചെയ്യാനുണ്ടായിട്ടുള്ളത്. ഇതാണ് ഈ കാര്യത്തിൽ പൊതുവെ പറയാനുള്ളത്. അടിയന്തരാവസ്ഥയിലെ ക്രൂരമായ ലോക്കപ്പ് മർദ്ദനത്തിന് ശേഷം പിണറായി വിജയൻ എന്ന ചെറുപ്പക്കാരൻ MLA നിയമസഭയിൽ നടത്തിയ പ്രസംഗവും കെ കരുണാകരനോട് പോലീസിനെ കയറൂരി വിടാനാണോ ഭാവം എന്ന് ചോദിച്ചതും ഭരണപക്ഷ MLA-മാർ ഓർമ്മിപ്പിച്ചത് മുഖ്യമന്ത്രി ക്രെഡിറ്റാക്കിയെടുത്തു. 2016 മുതൽ പക്ഷേ നടന്നതൊന്നും പോലീസ് തേർവാഴ്ചയല്ല, മറിച്ച് കേസ് അന്വേഷണം മാത്രം. വീഴ്ചയുണ്ടായപ്പോഴെല്ലാം നടപടിയും എടുത്തു. സംഭവങ്ങൾ ഉണ്ടായപ്പോൾ സമരം ചെയ്യാത്തതിന് പ്രതിപക്ഷത്തിന് പഴിയും കേട്ടു. 1950-ലെ മർദ്ദനത്തെക്കുറിച്ച് ഇന്നും വാചാലരാകും. പക്ഷേ 2016 മുതൽ നടന്നത് പഴയ കാര്യം, ഒറ്റപ്പെട്ടത്. ഇനിയും ഇത് തന്നെ മുഖ്യമന്ത്രിയിൽ നിന്ന് കേൾക്കേണ്ടി വരും.